ശിവരാമകൃഷ്ണ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, കേട്ടോ, എടുത്തോ, വിട്ടോ. ഓടിച്ചോ. ഒന്നും പേടിക്കേണ്ടത്, അതിലോട്ട് വിട്ടു. ഗിയറൊക്കെ മാറി മാറി പോകണം കേട്ടോ. ഇപ്പം നോക്കി അവിടെ ഏതാ പിന്നെ സൈൻ ബോർഡ് നോക്കി പോകണേ. ഇവിടെ കയറി ഇതിന്റെ പുറകിലും ഇത് കൊട്ടുണ്ടോ? എന്താ എന്നാ ബ്രേക്ക് പുറകിലുണ്ടോ? അതെ, ഈ സൈഡുള്ളു. ഇവിടെ ഒന്നും ബ്രേക്ക് ഒന്നും ഇല്ല. ഇവിടെ ചേട്ടൻ്റെ ചങ്കുറ്റെന്ന് പറഞ്ഞ് ഞാൻ കയറിക്കാൻ ചേട്ടനുള്ള വിശ്വാസം. എന്തോ ബ്രേക്ക് തന്നെ താഴണ പോലെ തോന്നി, അത് കാരണം. ഇല്ലല്ലോ, ഒന്നും താഴ്ന്നില്ല, ചേട്ടൻ്റെ കാലിന് വന്ന്. ഓക്കെ, ഞാൻ എന്നെ പെണ്ണുമ്പിള്ളെ ഒന്ന് പഠിക്കണം. ഞാൻ വരാട്ടോ. പെണ്ണുമ്പിള്ളക്ക് വണ്ടി ഒന്ന് പഠിക്കണം. ചേട്ടൻ ധൈര്യമായിട്ട് പോകണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. ഞാൻ പുറകിരുന്ന് ഓടിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ വേറെ ചേട്ടൻ വേറെ ആൾക്കാരെയും വെച്ച് ഓടിക്കണ്ടല്ലേ ഡ്രൈവ് ചെയ്യാൻ. അപ്പം എന്തെങ്കിലും നമ്മൾ പഠിപ്പിച്ചെടുത്ത ഒരു ആപത്തും ഉണ്ടാകാതെ നോക്കണം. അതാണ് ഫസ്റ്റ് നമ്മളിങ്ങനെ ചെയ്യണം. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ചങ്കൂറ്റമാണ്. അത് വേണോ വേണ്ടയോ എന്ന് ഓർത്ത് ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അമല് എത്ര ദിവസം പഠിച്ചു? അമല് 10-20 ക്ലാസ് എടുക്കുന്നു. നല്ല പഠിത്താണല്ലോ. ഈ വണ്ടി അറിയാൻ മേലാത്തവര് പഠിക്കുമ്പോ എത്ര രൂപ? അറിയാൻ മേലാത്തവർക്ക് ഇത് തന്നെ ചേട്ടാ. ലേണേഴ്സ് ഫീസ് എല്ലാം കൂട്ടി 4000 രൂപ. പിന്നെ ഓടിക്കുന്ന ആൾക്ക് ഒരു ക്ലാസ് 400 രൂപ. ബ്രേക്ക് ആയിട്ട് ഇവിടെ എന്ത് ചിന്തിച്ച് ഇവിടെ ഏത് ഗിയർ കൊടുക്കണം? പശു മെയിൻ റോഡ്. ഞാൻ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാതെ ആക്സിഡന്റ് തൊട്ടേക്കൽ കേട്ടോ.
ആക്സിഡൻറ്റ് കുത്തി കൊടുക്കാതെ പയ്യെ ആക്സിഡൻറ്റ് കൊടുക്കേണ്ട ചേട്ടാ. എന്തിനും തെറുതി വിളിക്കണ ചേട്ടനെ കുത്തി ടെൻഷൻ അടിക്കുന്ന എന്തിനാ? എന്നിട്ട് ടെൻഷൻ വേണ്ട ചേട്ടൻ. ആക്സിഡൻറ്റൊക്കെ ആദ്യം കിടത്തി വണ്ടി വയ്യ അങ്ങോട്ട് പൊക്കോളൂ. അല്ലെങ്കിൽ കേട്ടോ, പുറകെ വരുന്ന വണ്ടിയിൽ നോക്കാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പുറകെ വരുന്ന വണ്ടി നോക്കാൻ പുറകിൽ വണ്ടിക്കാരനെ അറിയത്തില്ലേ? ഫ്രണ്ടിൽ പോണ വണ്ടിയാണ് പുറകെ വരുന്ന വണ്ടിക്കാരൻ നോക്കണ്ടേ. അല്ല നമ്മളെന്തിനാ പുറകോട്ട് നോക്കണേ? നമ്മൾ ഒരു കാരണവശാലും പുറകോട്ട് നോക്കണ്ട. നമ്മൾ മുന്നോട്ട് നോക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് പുറകിൽ നിന്ന് വണ്ടി ഓണടിച്ചെങ്കിൽ മാത്രം പുറകോട്ട് നോക്കുക. ക്ലിയർ മാറ്. പുറകിൽ നിന്ന് ആ വണ്ടി നമ്മൾ പുറകിൽ നിന്ന് വന്ന് കയറുമോ പുറകിൽ നിന്ന് കയറുമെന്ന് ഓർത്ത് എപ്പോഴും പുറകോട്ട് നോക്കണ്ട. അപ്പം ഫ്രണ്ടിലോട്ട് ആരും നോക്കുക അന്നേരം? നമ്മൾ ഫ്രണ്ടിൽ പോണ കാര്യം നോക്കണം കേട്ടോ. എന്നാൽ പുറകെ പോകണ്ടോ ചേട്ടൻ? ആ സൈഡ് കണ്ണാടി കൂടെ അല്ല നോക്കണ്ടേ ചേട്ടൻ്റെ. പിന്നെ തലയ്ക്ക് മുകളിലൊരു കണ്ണാടി ഉണ്ട് നമ്മുടെ മുഖത്തിന് നേരെ മുകളിൽ സ്റ്റീറിങ്. ആ കണ്ണാടി കൂടെ നോക്കിയാണ് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അല്ലാതെ അവിടെ നിന്നല്ല. അത് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ ഓൺ അടിച്ച് കഴിയുമ്പോൾ അത് സൈഡ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കണ്ണാടിയോട്ട് നോക്കണ്ടേ കേട്ടോ. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നമ്മൾ സെൻട്രൽ മിററിൽ നോക്കണം കേട്ടോ. പിന്നെ ആ സെന്റർ ഒരു കുറ്റി ഇരിക്കണോണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങ് മാറ്റാമെന്ന് വെച്ചത്. അത് നമ്മൾ പയ്യെ പോയാൽ നമ്മൾ 100-200 മീറ്റർ ദൂരത്തോട്ട് നോക്കി കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ അതെല്ലാം നോക്കി പോകണം കേട്ടോ. അപ്പോൾ അതനുസരിച്ചുള്ള അവിടെ ഒരു കുറ്റിയോ കമ്പോ അല്ലെങ്കിൽ വണ്ടിയോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ അതനുസരിച്ച് നമുക്ക് അവിടെ ഡീൽ ചെയ്ത് നോക്കണം കേട്ടോ. ഗിയറുടെ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗിയറേ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. തേർഡ് കൊടുക്കുക. ഏത് ഗിയറാട്ടോ വന്നു? ഫസ്റ്റാ ഇട്ടേക്കുന്നത്. തേർഡ് ഗിയർ വരുമ്പോൾ എല്ലാം ന്യൂട്രൽ വന്ന് നേരെ മുകളിലോട്ട് ഇട്ടാണ്. തേർഡ് ഗിയർ കൈ ലൂസാക്കി നേരെ മുകളിലോട്ട് കൈ ലൂസാക്കുക. എന്നിട്ട് മുകളിലോട്ട് തള്ളു ചുമ്മാ. മറന്ന പോലല്ല കേട്ടോ. അത് എങ്ങോട്ട് തള്ളിയാലാ നമ്മൾ എന്നാ ഫസ്റ്റ് ഇനി ജംഗ്ഷനിലായിരുന്നേ കേട്ടോ. നമ്മൾ വലത്തോട്ട് വേണേൽ വലതുവശത്ത്, ഇടത്തോട്ട് വേണേൽ ഇടതുവശത്ത്, നേരെ വേണമെങ്കിൽ നടുക്കും കിടക്കണം. അപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വേണ്ടേ? വലതുവശത്തോട്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ വലത്തോട്ട് ഇൻഡിക്കേറ്റർ വലതുവശത്ത് അങ്ങോട്ടും തൊഴിക്കല വേണ്ടേ? അപ്പോൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ആ വലതുവശം ചേർന്ന് കിടക്കും വണ്ടി. വലതുവശം അതായത് ആ സൈഡ് ചേർന്ന് കിടക്കും കേട്ടോ. എന്നാ നിർത്തിക്കുക.